ഹലോ എവറി വൺ വിക്ടേഴ്സ് ചാനലിൽ +1 ഇംഗ്ലീഷ് 32ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ അസൈൻമെൻറ്റിന് ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 32nd എപ്പിസോഡിൽ ദ സെറോങ് ഓഫ് രണഗഞ്ചി എന്ന് പറഞ്ഞ് എ ജെ ക്രോണിൻ എഴുതിയിട്ടുള്ളൊരു അനക്ഡോട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് 5 പാരഗ്രാഫ്സ് ആണ് നമ്മൾ 32nd എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാരഗ്രാഫ്സിലൂടെ ഒന്ന് പോകാം. Look, my dear, did you ever in your life see such an absurdly comic creature? A smartly dressed woman, first-class passenger on the Ranaganji, about to sail from Liverpool on the long voyage to Calcutta, made this remark in a high, well-bred voice to her companion as they stood before me on the liner's upper deck. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ഇവിടെ നമുക്കൊരു വുമനാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ക്യാരക്ടറായിട്ട് കടന്നു വരുന്നത്. ആ ഒരു വുമൻ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ്. രണഗഞ്ചി എന്ന് പറയുന്ന ഒരു ഷിപ്പിലെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് ആ ഒരു വുമൻ. ഷീ സെയിലിംഗ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്കാണ് ഈ ഒരു ഷിപ്പ് പോകുന്നത്. ആൻഡ് ഈ ഒരു വുമനെ പറ്റി നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ലൈനാണ്, ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് എൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ. ഏതോ ഒരു വ്യക്തിയെക്കുറിച്ച് ആ ഒരു വുമൻ പറയുന്ന ഒരു റിമാർക്കാണിത്. ആരെയോക്കുറിച്ച് പറയുകയാണ്. ഇതുപോലെയുള്ളൊരു കോമിക് ക്രീച്ചറിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹെർ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് അയാളെ ജഡ്ജ് ചെയ്യുന്ന ഒരു രീതിയാണ് ആ വുമനുള്ളത് എന്ന് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാം. ഇത് ആ ഒരു സ്ത്രീ പറയുന്നത് ടു ഹെർ കമ്പാനിയനാണ്. അവളുടെ ഒരു ഫ്രണ്ടിനോടാണ് ഈ ഒരു ലൈൻ പറയുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നും കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. Following their amused gaze, my eyes came to rest upon a squat, very ugly native seaman with short legs and a large, disproportionate head. I recognized him as the Indian serang or quartermaster of this ship. He was quietly superintending the crew of Lascars, now completing the loading of baggage. Looks hardly human, agreed the man with a superior smile. Inclines a chap to believe that dear old Darwin was not altogether wrong, huh? സോ ഈ രണ്ടാമത്തെ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെക്കുറിച്ചാണ് ആ റിമാർക്ക് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് വാസ് അബൌട്ട് എ വെരി അഗ്ലി നേറ്റീവ് സീമാൻ. ഒരു നേറ്റീവ് സീമാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു സീമാൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സറാങ് ആയിരുന്നു. സറാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്. അയാൾക്ക് ഷോർട്ട് ലെഗ്സ് ആയിരുന്നു, അതുപോലെ തന്നെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡായിരുന്നു. ഇതുകൊണ്ടാണ് ദേ ആർ സെയിങ് വെരി അഗ്ലി നേറ്റീവ് സീമാൻ. അല്ലെങ്കിൽ ആ വുമൻ ആദ്യം പറഞ്ഞ പോലെ ഡിഡ് യു എവർ സീ ഇൻ യുവർ ലൈഫ് സച്ച് ആൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ എന്നാണ് ആ ഒരു ഷിപ്പിലുള്ളവർ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കരുതുന്നത്. ഇതിനോട് അഗ്രി ചെയ്ത് അവരുടെ കമ്പാനിയനായിട്ട് നിൽക്കുന്ന ആ ഒരു മാൻ പറയാണ്, ദ മാൻ, ഞാൻ പറഞ്ഞു ആ വുമൻ ഏതോ ഒരു കമ്പാനിയനോടാണ് പറഞ്ഞത്, ടു ഹർ ഫ്രണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്, ഹി വാസ് എ മാൻ, ഹീ ഈസ് ടോക്കിംഗ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്, ഹാർഡ്ലി ഹ്യൂമൻ. ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് കുരങ്ങനിൽ നിന്നാണ് മനുഷ്യർ ഉത്ഭവിച്ചത് എന്നാണല്ലോ. അത് സത്യമാണ് എന്ന് അദ്ദേഹം പറയുന്നതാണ്. ഒരു ജോക്ക് രീതിയിൽ അദ്ദേഹം പറയുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹീ ഈസ് ഓൾസോ സെയിം ലൈക്ക് ദാറ്റ് വിമൻ. ഒരാളെ അപ്പിയറൻസ് വെച്ച് ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ് ദാറ്റ് മാൻ ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ്. ലെറ്റ്സ് ഗോ ടു ദ തേർഡ് പാരഗ്രാഫ്. The voyage began favorably in calm, clear weather. We crossed the Bay of Biscay without suffering unduly from the turbulent water and soon were through the Strait of Gibraltar, traversing the tranquil Mediterranean under the azure sky. The Ranaganji was a stout old tub manned by white officers with an entirely native Indian crew. I was a physician of the ship and was delighted by the balmy breezes and brilliant sunshine. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ആ ഒരു ഷിപ്പിലൂടെ, ആ ഷിപ്പിൻ്റെ യാത്രയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു ബേ ഓഫ് ബിസ്കേ കടന്നു, ആൻഡ് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഗിബ്രൽട്ടർ, മെഡിറ്ററേനിയൻ കടന്നു. അപ്പോൾ ഈ 3 ഭാഗങ്ങളാണ് അവർ കടന്നതായിട്ട്, അതായത് കാം ആൻഡ് ക്ലിയർ വെതറിലൂടെ അവർ കടന്നു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണഗഞ്ചി എന്ന് പറയുന്ന ഒരു സ്റ്റൗട്ട് ഓൾഡ് ടബാണ്. സ്റ്റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷിപ്പാണ്. മെയിൻഡ് ബൈ വൈറ്റ് ഓഫീസേഴ്സ്. ആ ഒരു ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് വൈറ്റ് ഓഫീസേഴ്സാണ്, അതായത് ഇന്ത്യൻ ക്രൂ ആണ്. ഇവിടെ നമ്മുടെ
നറേറ്റർ എന്ന് പറയുന്നത് he was a physician of the ship. അതായത് എ ജെ ക്രോണിൻ വാസ് എ ഫിസിഷ്യൻ ഓഫ് ദ ഷിപ്പ്. അതാണ് നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നാലാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ വരുന്നത്. ദ ഷിപ്പ് വാസ് ഓവർ ക്രൗഡഡ്, packed with passengers from stem to stern. The usual tourists and pleasure seekers, together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families. From the first night out, there was tremendous gaiety on the boat. The chief among the social promoters was Miss Job Smith, the woman whom I have overheard on the boat deck the morning of our departure. അപ്പം ഈ നാലാമത്തെ പാരഗ്രാഫിൽ ആ ഒരു ഷിപ്പിൻ്റെ അവസ്ഥ തന്നെയാണ് പിന്നെയും പറയുന്നത്. വളരെയധികം പാസഞ്ചേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്ത ഒരു ഷിപ്പായിരുന്നു. ഇറ്റ് വാസ് ക്രൗഡഡ്. ആൻഡ് അതുപോലെ തന്നെ അതിനകത്ത് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, നോർമലായിട്ടുള്ള ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് വിത്ത് ദെയർ ഫാമിലീസും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചീഫ് അമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ് ആയിരുന്നു ജോബ് സ്മിത്ത്. ഈ ജോബ് സ്മിത്ത് എന്ന സ്ത്രീയാണ് നേരത്തെ ആ ഒരു ലൈൻ ആ ഒരു സെറാങ്ങിനെ കുറിച്ച് പറഞ്ഞത്. സോ മിസ് ജോബ് സ്മിത്ത് എന്നുള്ള ഒരു പേര് നമുക്കിപ്പോഴാണ് ഈ ഒരു നാലാമത്തെ പാരഗ്രാഫിലാണ് ലഭിക്കുന്നത്. ആൻഡ് മിസ് ജോബ് സ്മിത്ത് വാസ് ദ വുമൻ ഹു മെയ്ഡ് എ റിമാർക്ക് അബൌട്ട് ദ സെറാങ് ഓൺ ദ ഫസ്റ്റ് ലൈൻ. അപ്പോൾ അതാണ് നാലാമത്തെ പാരഗ്രാഫ്. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുകയാണ്. Miss Job Smith was a thrusting person, obviously over 30, got up in a dashing style to look younger. She was not only a snob, but poor, an assertive bore. We reached Port Said. Everyone went ashore excitedly, came back with silk shawls, cigarette scents and jewelry, and we were through Red Sea, past the barren rocks of Aden, and out upon the wide Arabian Sea. അപ്പോൾ ജോബ് സ്മിത്തിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ലഭിക്കുന്നു. ഷി വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ, ഷി വാസ് ഓവർ 30, ഷി ഹാഡ് എ ഡാഷിംഗ് സ്റ്റൈൽ വിച്ച് മെയ്ഡ് ഹർ ലുക്ക് യങ്ങർ, ആൻഡ് ഷീ വാസ് ആസ് സ്നോബ് ആൻഡ് ബോർ ആൻഡ് അസേർട്ടീവ് ബോർ എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ദേ ആർ സെയിങ് അബൌട്ട് പോർട്ട് സെയ്ദ്. പോർട്ട് സെയ്ദിൽ എത്തിയപ്പോൾ എല്ലാവരും സിൽക്സ്, ഷോൾസ്, സിഗരറ്റ്, സെൻറ്റ്, ജുവലറി ഇതെല്ലാം മേടിക്കാൻ വേണ്ടി പോയി. ആൻഡ് ദേ റിട്ടേൺ എക്സൈറ്റഡ്ലി. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർ റെഡ് സീ പാസ് ചെയ്തു, പാസ് ദ ബാരൻ റോക്സ് ഓഫ് ഏഡൻ ആൻഡ് ദെൻ ഇൻ ടു ദ വൈഡ് അറേബ്യൻ സീ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ എപ്പിസോഡ് 32 ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന അനക്ഡോട്ടിൽ നിന്നും പഠിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ്. നമുക്ക് 2 അസൈൻമെൻ്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ റൈറ്റ് എ പ്രൊഫൈൽ ഓൺ എ ജെ ക്രോണിൻ. നമ്മുടെ അനക്ഡോട്ട് സെറാങ് ഓഫ് റാണഗഞ്ചി എഴുതിയത് എ ജെ ക്രോണിൻ ആണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടൊരു പ്രൊഫൈലാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സോ പ്രൊഫൈൽ നമ്മൾ നേരത്തെ തന്നെ ദ ക്വസ്റ്റ് ഫോർ ദ തിയറി ഓഫ് എവറിത്തിങ് അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സിൽ കണ്ടിരുന്നു. അതേപോലെ തന്നെ നമ്മൾ എ ജെ ക്രോണിനെ കുറിച്ചിട്ടുള്ളൊരു പ്രൊഫൈലാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. A J Cronin was a Scottish physician and novelist. He was born on 19 July 1896 in Cardrow, Scotland. He was the only son of Jessie Cronin and a Catholic father, Patrick Cronin. He had first attended the Grand Street School at Hellenberg, where when he was 7 years old, his father died from tuberculosis and moved to Dumbarton. Cronin went to Dumbarton Academy. He was an excellent student, a good writer, an athlete, footballer, and a golfer. He later won a Carney Scholarship to study medicine at the University of Glasgow in 1914. He graduated in 1919 with highest honours in degree of MB.CHB. In 1925, he was awarded an MD by the University of Glasgow for the dissertation entitled The History of Aneurysm. During the First World War, Cronin served as a surgeon sub-lieutenant in the Royal Navy Volunteer Reserve. In 1930, Cronin was diagnosed with a chronic duodenal ulcer and was told to take 6 months complete rest. At Dulcena Farm, he was able to write a novel. The novel was an immediate and sensational success, launching Cronin's career as a prolific author. He never returned to practicing medicine. Many of Cronin's books were bestsellers in their day and was translated to many languages. His stories were based on his medical career, dramatically mixing realism, romance, and social criticism. Cronin also contributed stories and essays to various international publications.
During the Second World War, he worked for the British Ministry of Information, writing articles as well as participating in radio broadcasts to foreign countries. Many of Cronin's writing include published and unpublished literary manuscripts, drafts, letters, school exercise books and essays, laboratory books, and his MD thesis are held at National Library of Scotland at the Harry Ransom Center of the University of Texas. Cronin died on 6 January 1981 in Montreal. അപ്പോൾ ഇതാണ് ഞാൻ AJ ക്രോണിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾക്കിനി വേണമെങ്കിൽ ഫാക്ട്സ് ഈ ഒരു ആൻസറിലേക്ക് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് അസൈൻമെൻറ്റിലേക്ക് പോവാണ്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓൺ മിസ് ജോബ് സ്മിത്ത്. ജോബ് സ്മിത്തിനെ കുറിച്ചിട്ട് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. Miss Job Smith was a first-class passenger on Ranaganji. She was a thrusting person. She was over 30 and she dressed in a dashing style to look younger. She was a snob and an assertive bore. She always showed off and was too confident about herself. She tried to judge others by her physical appearance. She was a social promoter and enthusiastic female, influencing the social circle she was in. Her comment about the sarang was an absurdly comic creature. She was an animal with her rude remark about people and her showing off nature. Possessing an authority of superiority, she was shallow, materialistic person, judgmental and building opinion based on others' physical appearances. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോബ് സ്മിത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദി നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.